പാഠം 505 ചക്കിന് വച്ചത്. ഭമേ ഞാൻ ഇറങ്ങുന്നു. ഇത്ര നേരത്തെയോ? എന്താ മോനേട്ടാ? എനിക്കിത് കുറച്ച് നേരത്തെ പോണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ. ഓ അത് ആഫീസ് വൻ പരിപാടിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നേരത്തെ പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പുതിയ ആഫീസ് ശരിക്കൊന്ന് വൃത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആഫീസ് വൃത്തിയാക്കുന്നത് ആഫീസ് സമയത്തല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് 9 മണി മുതൽ 10 മണി വരെയാണ് വൃത്തിയാക്കൽ. അത് കഴിഞ്ഞേ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കൂ. എത്ര ജോലിക്കാരുണ്ട്? ജോലിക്കാരോ? എന്തിന്? ഭാമേ, 2 മുറി മാത്രമുള്ള ഒരു ആഫീസാണത്. അത് വൃത്തിയാക്കാൻ ഒരുപാട് ആളുകളുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 4 പേരുണ്ടല്ലോ അവിടെ. ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. 3 പേരെ എനിക്ക് മനസ്സിലായി. ശിശുപാലൻ ചേട്ടൻ, സ്വയംപ്രഭ, കാഞ്ചന. ഈ 4ാമത്തെ ആളാരാ? ഞാൻ. നീ എന്താ ഇളിക്കുന്നേ? മോഹനേട്ടൻ ആഫീസ് വൃത്തിയാക്കൽ നടന്നു തന്നെ. അതെന്താ ഞാൻ വൃത്തിയാക്കിയത്? ഈ വീട്ടിലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം തിരിച്ചു പോകുന്ന മോഹനേട്ടനാണ് ഇനി വില്ലേജ് ആഫീസ് വൃത്തിയാക്കാൻ പോകുന്നത്. അയ്യോ, ഞാൻ വിശ്വസിച്ചേ. ഇവിടെ നീ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ വീട് വൃത്തിയാക്കേണ്ടത് വീട്ടിലെ പെണ്ണുങ്ങളുടെ ജോലിയാണ്. അതെങ്ങനെ ഞാൻ ചെയ്യും? വില്ലേജ് ആഫീസ് വൃത്തിയാക്കേണ്ടത് വില്ലേജ് ഓഫീസറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പൊന്നെ, നിസ്സാര പൈസക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ തന്നെ സാഹസം കാണിക്കുന്നത്? 2 ജോലിക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 500 രൂപ കൊടുത്താൽ മതി. നിങ്ങൾ 4 പേരും കൂടി പിരിവിട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 125 രൂപയല്ലേ ആവുള്ളൂ. ഇനിയിപ്പോ ആ കാശില്ലെങ്കിൽ ഞാൻ തരാം. നിനക്കിപ്പോഴും എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ഞാൻ തന്നെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒന്നും കാണാതായിരിക്കില്ലല്ലോ. ഭാമേ, മോഹനകൃഷ്ണനെ ഇപ്പോഴും നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. നീ വേഗം ചോട് നോക്കി, എനിക്ക് ഇറങ്ങാൻ നേരായി. ഹലോ മോനഷ, ഞാനാ രാജേന്ദ്രൻ. നമസ്കാരം സാർ. ഞാൻ കൃത്യം 10 മണിക്ക് ഓഫീസിലെത്തും. അറിയാം സാർ. എന്തായാലും പുതിയ ഓഫീസ് നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നു അറിയണമല്ലോ. സാറിന് തന്നെ അറിയാലോ, ഞാനെല്ലാം വളരെ ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം അതങ്ങനെ തന്നെ ആയിരിക്കും. ശരി, അപ്പൊ 10 മണിക്ക് കാണാം. ശരി സാർ. ആരായിരുന്നു? ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാർ. സാറ് ഇന്ന് പുതിയ ഓഫീസ് കാണാൻ വരികയാണ് 10 മണിക്ക്. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ഡെപ്യൂട്ടി തഹസിൽദാർ വരുന്നത് പ്രമാണിച്ചാണ് വില്ലേജ് ഓഫീസിൽ ഇന്ന് വൃത്തിയാജ്ഞ യജ്ഞം. അതാണ് ഞാൻ പറഞ്ഞത്, മോഹനകൃഷ്ണൻ ബുദ്ധിയുള്ളൊരു വില്ലേജ് ഓഫീസറാണെന്ന്. ഇന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ വരുമ്പോൾ ഓഫീസ് നല്ല തുടച്ച് മിനുക്കിയത് പോലിരിക്കും. വൃത്തിയാക്കാൻ മുൻകൈ എടുത്തത് ഞാനായതുകൊണ്ട് ഇതാരാ വൃത്തിയാക്കിയത് എന്ന് രാജേന്ദ്രൻ സാർ ചോദിക്കുമ്പോ കാഞ്ചനയ്ക്കും സ്വയംപ്രഭയ്ക്കും ശിശുപാലനും ഒക്കെ പറയേണ്ടി വരും ഞാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വൃത്തിയാക്കാൻ നിൽക്കണ്ട മോനേട്ടാ. എന്താ? രാജേന്ദ്ര സാറിന് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ താലൂക്ക് ഓഫീസ് വൃത്തിയാക്കാനും മോഹനേട്ടനെ വിളിച്ചാലോ? എന്തായാലും സ്വന്തം വീട് വൃത്തിയാക്കാൻ ചെറുവിരല് പോലും അനക്കാത്ത വില്ലേജ് ഓഫീസർ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാനായി സർക്കാർ ഓഫീസ് വൃത്തിയാക്കാൻ പോകുന്ന ഈ പരിപാടി കൊള്ളാം. അതെ, 1-2 TV ചാനലുകാരോട് വിളിച്ചിരുന്നെങ്കിൽ സംഭവം TV-യിൽ വന്നേനെ. മോഹനേട്ടൻ ഒരു ചൂലുമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതല്ലേ ട്രെൻഡ്. അത് ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. എന്തായാലും ഒരു മഹാസംഭവത്തിന് പോവുകയല്ലേ, ചൂല് ഒരു തോർത്തും കൂടി ഇങ്ങെടുത്തു. അല്ല, അങ്ങനെയാകുമ്പോ പോകുന്ന വഴിക്ക് കാണുന്നവരൊക്കെ ചോദിക്കും ഇതെന്താണ് മോഹനകൃഷ്ണൻ സാറേ ഇങ്ങനെയെന്ന്. അപ്പോൾ നാട്ടുകാരെ ബോധവൽക്കരിക്കാൻ ഒരവസരം കിട്ടൂലോ, അല്ലേ? വൃത്തിയായ ചുറ്റുപാടുകളെ പറ്റി നാട്ടുകാരെ ബോധവൽക്കരിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പൊ എന്റെ പ്രധാന ഉദ്ദേശം
ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാറിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. സാറിന്റെ പേരിൽ കഴിഞ്ഞ മാസം അഴിമതി ആരോപണം വന്നപ്പോ തഹസിൽദാർ എന്നോട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ഞാൻ സത്യസന്ധമായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. രാജേന്ദ്രൻ സാർ 1-2 ശുപാർശകൾ വഴിവിട്ട് നടത്തിയ കാര്യവും അതിലുണ്ടായിരുന്നു. രാജേന്ദ്രൻ സാറിനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയത്. ഒന്നും സംഭവിച്ചില്ല. ഞാൻ പുള്ളിക്കാരനെ ശത്രുവായത് വെച്ച ആ ശത്രുത മാറ്റാനാണ് ഇന്നിപ്പോ വില്ലേജ് ഓഫീസ് വൃത്തിയാക്കാൻ പോകുന്നത്. എന്നെ പറ്റി ഒരു ചെറിയ പരാതി ഉണ്ടായാൽ രാജേന്ദ്രൻ സാർ അതുപയോഗിച്ച് നടപടിക്ക് ശുപാർശ ചെയ്യും. ഇന്ന് രാജേന്ദ്രൻ സാർ വരുമ്പോ ആഫീസ് വൃത്തിയാക്കിയില്ലെങ്കിൽ അത് മതി പ്രശ്നം ഉണ്ടാക്കാൻ. എന്റെ മോഹനേട്ടാ, ഇങ്ങനെ ഇങ്ങ് പേടിച്ചാലോ? അന്ന് തഹസിൽദാർ റിപ്പോർട്ട് ചോദിച്ചപ്പോ മോഹനേട്ടൻ എഴുതിയതല്ല സത്യമല്ലേ? അല്ലെങ്കിൽ തന്നെ രാജേന്ദ്രൻ സാർ കൈക്കൂലിക്കാരനാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിഞ്ഞൂടെ? അങ്ങനെ ഒരാളെ ഇങ്ങനെ എന്തിനാ പേടിക്കണത്? പേടിക്കാതെ എന്ത് ചെയ്യും? അത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും രാജേന്ദ്രൻ സാറിനെതിരെ ഒരു നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ്. അതാണ് അങ്ങേർക്ക് ഡിപ്പാർട്ട്മെന്റിലുള്ള സ്വാധീനം. അത്രയും സ്വാധീനമുള്ള ഒരാളെ പിണക്കിയാൽ അത് എന്റെ ഭാവിയെ ബാധിക്കും. ഭാമേ, പ്രൊമോഷൻ അടുത്ത് വരാറായിട്ടുണ്ട്. രാജേന്ദ്രൻ സാർ എന്തെങ്കിലും ഉടക്കിട്ടാൽ പ്രശ്നമായി പോവും. സാറേ, സാറേ, നമസ്കാരമുണ്ട് സാർ. പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായി സാറേ? അവനാണെങ്കിൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എങ്കിൽ ഉത്തമനൊരു ജാതി സർട്ടിഫിക്കറ്റ് ഞാനാ? അപ്പൊ ഇതൊരു കാര്യം അറിയാം. ജാതി സർട്ടിഫിക്കറ്റ് തരേണ്ടത് വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ ജാതി സർട്ടിഫിക്കറ്റ് തരാൻ വൈകുന്നതിന് പുഷ്കരൻ ഉത്തമനെ ശല്യപ്പെടുത്തുന്നതിനാണ്. അല്ല സാറേ, അത് പിന്നെ എനിക്കറിയാം. ജാതി സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഉത്തമൻ പുഷ്കരന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാണും. വാങ്ങിയെന്ന് ചോദിച്ചാ ഒരു ചെറിയ തുക, നമ്മുടെ അധ്വാനത്തിനുള്ള കാശ്, അത്രേ ഉള്ളൂ സാറേ. ശരി, അതൊക്കെ ഉത്തമന്റെ കാര്യം. എന്തായാലും പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടില്ല. നാളെ ഉച്ച കഴിഞ്ഞാണെങ്കിൽ ആലോചിക്കാം. അല്ല സാറേ, പുഷ്കരനത് കിട്ടിയിരുന്നെങ്കിൽ ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. നമസ്കാരം. അതിലും വലിയ അത്യാവശ്യമാണ് ഉത്തമ വില്ലേജ് ഓഫീസർ. സാറും സാറിന്റെ ശിങ്കിടികളും കൂടി ഇന്ന് വില്ലേജ് ഓഫീസ് തൂത്ത് കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ്. അതിനിടയിൽ ജാതി സർട്ടിഫിക്കറ്റ് പോലുള്ള നിസ്സാര കാര്യങ്ങൾ ചെയ്യാൻ സാറിന് നേരുണ്ടാവില്ല. വില്ലേജ് ഓഫീസ് വൃത്തിയാക്കാൻ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാർ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് എല്ലാം വൃത്തിയാക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാനും രാജേന്ദ്രൻ സാർ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഉത്തമൻ അറിയാലോ. അറിയാം സാറേ. പിന്നെ അയാളെ പിണക്കാതെ നോക്കുന്നതാണ് സാറിന് നല്ലത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ മോനേട്ടാ. ഈ ഉത്തമൻ നാട്ടുകാർക്കെല്ലാം സഹായം ചെയ്യാൻ നടക്കുമല്ലേ? വില്ലേജ് ഓഫീസ് വൃത്തിയാക്കി ഉത്തമനോട് കൂടെ കൂട്ടിക്കോ. അയ്യോ, ഞാനാ? എന്തെന്നറിയാമോ, ഇന്ന് എനിക്ക് തീരെ സമയമില്ല. 9:30 ആകുമ്പോ ഗോപാലകുട്ടിച്ചേട്ടന്റെ വീട്ടിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് ചെല്ലണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഉത്തമൻ 9 മണിക്ക് വന്നിട്ട് 9:30 വെക്കുള്ളൂ. അല്ല, അത് ശരിയാവൂല സാറേ. പിന്നെ ഈ 9 മണിക്ക് എനിക്ക് ബ്ലോക്ക് ഓഫീസിൽ ചെല്ലാനുള്ളതാ. 9 മണിക്കൊക്കെ ബ്ലോക്ക് ഓഫീസ് തുറക്കും. പിന്നെ ഈ 9 മണിക്ക് ബ്ലോക്ക് ഓഫീസ് തുറന്നാലും ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ചെല്ലാനുള്ളതാ. അതുകൊണ്ടാ ഞാൻ വരണില്ല എന്ന് പറഞ്ഞ. എന്നെ സഹായിക്കാൻ ഉത്തമന് കഴിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പക്ഷേ ഉത്തമൻ എന്നോട് പെരുമാറുന്നത് പോലെയേ ഞാനും തിരിച്ചും പെരുമാറും. പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും അങ്ങനെയാവും. സാറ് പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ആഫീസ് കഴിവാനും തുടക്കാനൊന്നും എനിക്ക് വയ്യ സാറേ. പുഷ്കര, നിനക്കൊരു ജാതിയും ഇല്ലടാ എന്ന് ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നാണല്ലോ പ്രമാണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടാ സാറേ. ഇന്നത്തെ ദിവസം ഇനി വിളിക്കല്ലേ. ഉത്തമന്റെ സഹായമില്ലെങ്കിലും ആഫീസ് ഞാൻ വൃത്തിയാക്കും. ആഫീസ് വൃത്തിയല്ലാത്തതിന്റെ പേരിൽ രാജേന്ദ്രൻ സാർ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അല്ലാതെ. കഷ്ടം തന്നെ. സത്യം പറഞ്ഞ ഈ ജോലി മടുത്തു കാഞ്ഞ സാറേ. നാട്ടുകാർ നോക്കുമ്പോൾ വില്ലേജ് ഓഫീസിൽ ജോലി, പക്ഷേ ഇവിടെ അടിച്ചു വരുന്നതും തൂത്തു തുടയ്ക്കുന്നതും നമ്മളാണെന്ന് പുറത്തറിഞ്ഞ പിന്നെ ആരെങ്കിലും വില വെക്കൂ? എന്ത് ചെയ്യാനാ സ്വയംപ്രഭേ, നമ്മുടെ വിധി. അല്ലെങ്കിൽ നോക്ക്, നാട്ടിൽ എത്ര വില്ലേജ് ഓഫീസുകളുണ്ട്. അവിടെയൊക്കെ നടക്കുന്ന പോലെയാണോ ഇവിടെ നടക്കുന്നത്? കൈക്കൂലി വാങ്ങാൻ സമ്മതിക്കില്ല, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു സഹായം ചെയ്യാൻ വിടില്ല. അതൊക്കെ പോട്ടെന്ന് വെക്കാം,
വന്ന് വന്ന് ആപ്പീസ് നമ്മൾ തൂത്തുവാരണമെന്നൊക്കെ പറഞ്ഞു. ജോലിക്കാരെങ്കിലും വയ്ക്കാന്നും അതിന് ചെലവാകുന്ന കാശ് ഞാൻ കൊടുത്തോളാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ മോഹനേഷ് സാർ പറയാ, സർക്കാർ ഉദ്യോഗസ്ഥരെ എന്നെ സർക്കാർ ഓഫീസ് വൃത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടത്. ചൂലും അടിച്ചുവാരും ബക്കറ്റും ഒക്കെ റെഡി. ഇനി പണി തുടങ്ങിയാ മതി. എന്നെ കൊണ്ടൊന്നും വയ്യ. ഓഫീസ് വൃത്തിയാക്കിയതിന്റെ പേരിൽ ജോലി പോകണമെങ്കിൽ അങ്ങ് പോട്ടെ. ഈ ശൗര്യമൊക്കെ മോഹനേഷ് സാർ വരുമ്പോഴും കാണണം. ഇത് കഷ്ടമല്ലേ ശിശുപാലൻ ചേട്ടാ? ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറും മോഹനേഷ് സാറും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ നമ്മളെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിക്കുന്നത്. രാജേന്ദ്ര സാറ് വരുമ്പോ ആപ്പീസ് വൃത്തിയായി കിടക്കുന്നത് കണ്ട് ഹാപ്പിയാവും. അപ്പൊ പണിയെടുത്തതിന്റെ സകല ക്രെഡിറ്റ് മോഹനേഷ് സാറിന് കിട്ടുകയും ചെയ്യും. എന്താണ് കാഞ്ചനയുടെ പ്രശ്നം? ഒന്നുമില്ല സാർ. രാജേന്ദ്ര സാറ് വരുന്നതിന് മുമ്പ് ആപ്പീസ് വൃത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ സ്വയംപ്രഭ പറയായിരുന്നു ജോലി പോയാല് ആപ്പീസ് വൃത്തിയാക്കാൻ ഇല്ലാന്ന്. അല്ലേ സ്വയംപ്രഭേ? അയ്യോ സാർ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല സാർ. ഓഫീസ് വൃത്തിയാക്കി ഇടേണ്ടത് ഉദ്യോഗസ്ഥരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമോ ഞാൻ ഇവരോട് പറഞ്ഞത്. അപ്പൊ കാഞ്ചന സാർ പറയാ, ഞാനൊന്നും പറഞ്ഞില്ല സാർ. ശിശുപാലൻ ചേട്ടാ കേട്ടതല്ലേ? നിങ്ങൾ രണ്ടുപേര് പറയുന്നത് ഒന്നും ഞാൻ കേട്ടില്ല. കൂടുതൽ സംസാരം വേണ്ട. ആപ്പീസ് വൃത്തിയാക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അത് എനിക്കൊരു പ്രശ്നമല്ല. പെട്ടെന്ന് ജോലി തുടങ്ങാം. ആലോചിക്കാനൊന്നുമില്ല. വില്ലേജ് ഓഫീസറായ എനിക്ക് ചൂലെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ആയിക്കൂടെ? ശിശുപാല, നമുക്ക് തുടങ്ങാം. ഈ വേസ്റ്റ് വെള്ളം കൊണ്ട് വിളി കളഞ്ഞേക്ക് വേഗം. ഓ കളഞ്ഞു സാർ. കഷ്ടം തന്നെ. ശിശുപാലൻ ചേട്ടാ, ഇനി എന്തെങ്കിലും ആർക്കറിയാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ദൈവമേ. വേഗം കൊണ്ട് കളയാൻ. ഓ കളയാൻ സാർ കളയാം. ഒന്ന് മാറി ഒന്ന് മാറും. കഷ്ടം.
രാജേന്ദ്ര സാറ് സാറേ, രാജേന്ദ്ര സാർ വന്നു. എന്തായാലും സാധിച്ചു. സാർ സാർ കുറച്ച് നേരത്തെ വന്നൊരു സംശയം. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ രണ്ടിൽ ഒരാൾ മതി. ശിശുപാലനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് ചുരുക്കം. ഇനി ഇങ്ങനെ ഇരുന്നിട്ട് എന്താ മോഹനയുടെ കാര്യം? വില്ലേജ് ഓഫീസ് വൃത്തിയാക്കി രാജേന്ദ്ര സാറിനെ സന്തോഷിപ്പിക്കാൻ പോയിട്ട് ഒടുവിൽ രാജേന്ദ്ര സാറിനെ ആകെ വൃത്തികേടാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, ശിശുപാലന്റെ കുഴപ്പ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ടല്ലേ വെള്ളം എടുത്ത് ഒഴിക്കാൻ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? വേഷമൊക്കെ മാറിയിട്ട് വാ, നമുക്ക് അടിക്കാൻ വല്ലതും. എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. ഡെപ്യൂട്ടി തഹസിൽദാരുടെ തലയിൽ അഴുക്കോളം ഒഴിച്ചതിന് നടപടി ഉറപ്പാ. എന്നെ സസ്പെൻഡ് ചെയ്യും. അല്ലെങ്കിലും രാജേന്ദ്ര സാറിന് അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോ ഞാനായിട്ട് അത് ഉണ്ടാക്കി കൊടുത്തല്ലോ. ഇത്രയും കാലത്ത് സർവീസിനിടയ്ക്ക് ഒരിക്കൽ പോലും ചീത്ത പരിഹരിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു സസ്പെൻഷൻ ഉണ്ടായാൽ അങ്ങനെ പുറത്തിറങ്ങി നടക്കും. രാജേന്ദ്ര സാർ ദുഷ്ടനാ. കിട്ടിയ അവസരം ശരിക്കും ഉപയോഗിക്കും. എന്നെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ടാ പോയത്. സാരില്ല മോഹനേട്ടാ, ഏറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സസ്പെൻഷൻ, അതൊക്കെ ഈ ജോലിയുടെ ഭാഗമല്ലേ. അത് ഓർത്തുണ്ടെങ്കിലും മനസ്സ് വിഷമിപ്പിക്കാതെ. നോക്കി, ഞാനില്ലേ എന്റെ മോഹനേട്ടന്റെ കൂടെ. എന്റെ മോഹനേട്ടൻ അറിഞ്ഞൂടെ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒത്തും പിടിക്കാണ്ട് ചെല്ല്. ഓ, എനിക്കൊന്നും പറയാനില്ല. നീ പോയി ചോദിക്കുക കാര്യം എന്താണ്. നമസ്കാരം. സാറില്ലേ ഇവിടെ? സാറുണ്ട്, പക്ഷെ പുറത്തേക്ക് വരാൻ സാധ്യതയില്ല. അകത്തൊരേ ഇരിപ്പ. എന്തു പറ്റിയോക്കില്ലേ? വെളുക്കാൻ തെച്ചത് പാണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് സംഭവം. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. സാറിനെ ഒന്ന് വിളി. മോഹനേട്ടാ, മോഹനേട്ടാ, ഉത്തമ വിളിക്കണു. വിവരം പറഞ്ഞ് ഞാൻ ഓടി വരികയായിരുന്നു. എന്നാലും ഇത് കുറച്ച് കടന്ന സംഭവമായി പോയി കേട്ടാ. എന്താ ഉത്തമ? പറയാം, സാർ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ട്. നമസ്കാരം സാർ. ഞാൻ ഒരു വിവരം അറിഞ്ഞത് പറയാൻ ഇങ്ങോട്ട് പറന്ന് വരികയായിരുന്നു. സാറിന് താലൂക്ക് ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു? ഇല്ല. ഓ, ഞാൻ കരുതി സഹദേവ് സാർ വിളിച്ച് കാണുമെന്ന്. കുറച്ചു മുമ്പേ സഹദേവ് സാറിനെ താലൂക്ക് ഓഫീസിന്റെ മുമ്പിൽ വെച്ച് കണ്ടപ്പോഴാണ് സസ്പെൻഷന്റെ കാര്യം പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ ഒരു മറുമായ സംഭവിക്കാൻ എന്താണ് സാറേ ഉണ്ടായത്? എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഒരബദ്ധം പറ്റിയത് ഉത്തമ, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷെ രാജേന്ദ്ര സാറ് കരുതിയിട്ടുണ്ടാവും ഒക്കെ മനഃപൂർവ്വം. എന്തായാലും സാറിന് ഭാഗ്യമുണ്ട്. ഇന്ന് രാവിലെ കൂടെ പറഞ്ഞല്ലേ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. ഒന്നും പേടിക്കാനില്ലെന്നോ? മോഹനയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. കണ്ണിച്ചോരില്ലാതെ പറയല്ലോ കേട്ടോ. അയ്യേ, രാജേന്ദ്ര സാറിനെ സസ്പെൻഡ് ചെയ്തതിന് മോഹനൻ സാർ എന്തിനു പേടിക്കുന്നത്? സാറേ, അന്ന് നടന്ന അന്വേഷണത്തിന്റെ ബാക്കിയായി രാജേന്ദ്ര സാറിനെ സസ്പെൻഡ് ചെയ്തു. പുതിയ വകുപ്പ് അന്വേഷണത്തിന് കളക്ടർ ഉത്തരവ് ഇറക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞ പാടെ നേരിട്ട് പറയണമെന്ന് പറഞ്ഞു ഓടി പിടിച്ചിങ്ങ് വരികയായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാറേ? വക്കീലേ, ശരി. ശ്വാസം ഒന്ന് വിട്. മോഹനയുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഈശ്വരൻ രക്ഷിച്ചു. ഇല്ലേ കാണായിരുന്നു. രക്ഷിച്ചത് തഹസിൽദാരാണ്.
കൃത്യസമയത്ത് നടപടി വന്നതുകൊണ്ടല്ലേ മോഹനേട്ടൻ രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ രാജേന്ദ്ര സാറിന് മോഹനേട്ടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ പല ഗുണ്ടകളെ വിട്ട് കൈകാര്യമൊക്കെ തല്ലിപ്പിടിക്കാം. ഏയ്, രാജേന്ദ്ര സാർ അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല മനുഷ്യനാ. ഈശ്വരൻ പണ്ടേ വില്ലേജ് ഓഫീസറുടെ കൂടെയാണ്. അതങ്ങനെയല്ലേ വരൂ. എടുത്തുചാട്ടക്കാരനും മുൻകോപിയുമാണെങ്കിലും ആൾ യോഗ്യനും മാന്യനുമാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. തലയ്ക്ക് മീതെ തൂങ്ങിയാടിയ സസ്പെൻഷൻ ഡെപ്യൂട്ടി തഹസീൽദാരുടെ തലയിൽ ചാർത്തി രക്ഷപ്പെട്ട മോഹനകൃഷ്ണന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.